നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PMAY ലൈഫ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോകളിലെല്ലാം സ്ഥിരമായി വരുന്ന ഒരു കമൻ്റാണ് സ്ഥലമില്ലാത്തവർക്ക് വീട് വയ്ക്കാനുള്ള പദ്ധതികൾ വല്ലതുമുണ്ടോ എന്ന്. അവരോടായി പറയട്ടെ, ഇനി സ്ഥലമില്ലാത്തവർക്കും വീട് ലഭിക്കും. വിശദ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് സെക്ഷൻ ഇടത്തോട്ട് വലിച്ച് ഹൈപ്പ് കൂടി ചെയ്യുക. വീട് വയ്ക്കാൻ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിലും ഭൂമിയില്ലാത്തതിനാൽ അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും വിസ്തൃതി കുറഞ്ഞ ഭൂമിയുള്ളവർക്കും ആശ്വാസമാകുന്ന തീരുമാനമെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതെ, ഇനി മുതൽ 2 സെന്റ് ഭൂമി കൈവശമുള്ള ഭൂരഹിതർക്കും ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിന് ധനസഹായം അനുവദിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവായിരിക്കുന്നു. അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ധനസഹായം അനുവദിക്കുന്നതിനുള്ള ഭൂമിയുടെ കുറഞ്ഞ വിസ്തൃതി 3 നിന്ന് 2 കുറയ്ക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, നേരത്തെ 3 സെന്റ് ഭൂമി വേണ്ടിടത്ത് ഇനി 2 സെന്റ് ഭൂമിയുള്ളവർക്കും ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കുമെന്നർത്ഥം. ഇതിനോടൊപ്പം മറ്റൊരു അനുമതി കൂടി നൽകിയിട്ടുണ്ട്. വീട് നിർമ്മിക്കാൻ ഭൂമി ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഭൂമി വാങ്ങുന്നതിനു വേണ്ടി 2 ലക്ഷം രൂപ കൂടി അധികമായി അനുവദിക്കാനാണ് ആ അനുമതി. അതായത് 4 ലക്ഷം രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നതെങ്കിൽ ഭൂമിയില്ലാത്തവർക്ക് 2 ലക്ഷം രൂപ കൂടി അധികമായി അനുവദിക്കും. ആകെ 6 ലക്ഷം രൂപ ലഭിക്കും എന്നർത്ഥം. പക്ഷെ ഒരു പ്രത്യേക കാര്യമുണ്ട്. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നഗര സ്വഭാവമുള്ള പഞ്ചായത്തുകളിലുമുള്ള അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നിലവിൽ അനുവദിക്കുന്ന തുകയ്ക്ക് പുറമെ ലഭ്യമാകുന്ന സഹായം ആവശ്യകതയ്ക്ക് അനുസരിച്ചായിരിക്കും. നഗര സ്വഭാവമുള്ള പഞ്ചായത്തുകളിൽ പൊതുവിഭാഗത്തിന് 2 ലക്ഷം രൂപയാണ് അധികമായി ലഭിക്കുകയെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2.25 ലക്ഷം രൂപ അധികമായി ലഭിക്കും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. മുനിസിപ്പാലിറ്റികളിൽ പൊതുവിഭാഗത്തിന് 2.7 ലക്ഷം രൂപ ലഭിക്കുമ്പോൾ SC/ST വിഭാഗത്തിന് 3 ലക്ഷം രൂപയാണ് ലഭിക്കുക. കോർപ്പറേഷനുകളിലാണെങ്കിൽ ഇത് പൊതുവിഭാഗത്തിന് 5.25 ലക്ഷം രൂപയും SC/ST വിഭാഗത്തിന് 6 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. ഭൂമിയുടെ ദൗർലഭ്യം, വില തുടങ്ങിയ കാരണങ്ങളാൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് ഇത് വളരെയധികം സഹായകരമാകും. അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട 1067 കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ ഭൂമി കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും ഇളവ് അനുവദിക്കണമെന്നും തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർ ആവശ്യപ്പെട്ടിരുന്നു. ഈ കുടുംബങ്ങൾക്ക് സഹായകരമാകുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഭൂമിയുടെ വിസ്തൃതിയിലുള്ള ഇളവ് ലഭിക്കുന്നവർക്കും ഭൂമി വാങ്ങുന്നതിനായി അധിക തുക ലഭിക്കുന്നവർക്കും മുൻകൂർ അനുമതിയില്ലാതെ 12 വർഷം വരെ വീട് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ പാടില്ലെന്ന വ്യവസ്ഥയുമുണ്ട്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.